ഹായ് പറയ്. ഹായ് ഹായ് നമുക്ക് ചോറ് പച്ചക്കായും ചെറുപയറും കൂടി ഉപ്പേരിന്നും പറയാം, പുഴുക്കെന്നും പറയാം. മത്തനും മമ്പയറും കറി, പപ്പടം. ഇന്ന് അമ്മായി ഇതുകൊണ്ടാട്ടോ ചോറെടുത്തത്. അമ്മായി ഇന്ന് ചോറ് ഒറ്റയ്ക്ക് എടുത്തിരുന്നു പോയി. നമ്മൾ ചോറ് കഴിച്ചില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡ് പൊട്ടിയിട്ടാണ് നന്നാക്കിയത്. അപ്പോൾ അമ്മായിക്ക് ഇത്തിരി കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോറെടുത്തിട്ട് അമ്മായി ഒറ്റയ്ക്ക് ചോറെടുത്തിട്ട് തിന്നു. അപ്പം നമ്മളെ കൂടെ ഇന്ന് അമ്മായി ചോറുന്നല്ല, മോൻ വിടില്ല. മോൻ വന്നിട്ട് ഇനി ഞാൻ ചോറുന്നുള്ളൂ. നമ്മളെ ഉണ്ണേട്ടനെ ഏത് പാത്രത്തോടെ കൊണ്ടുവച്ച് കൊടുത്താൽ ദേശം എടുക്കുള്ളൂ. അപ്പം നമുക്ക് ഒരു അരിപ്പിൽ നല്ല പ്രവൃത്തി കൊടുക്കാം. ഇതെന്തിനങ്ങനെ പുഴുങ്ങിട്ടാ നോക്കി. അപ്പം നോക്കി ചോറ് കൊണ്ടുപോവാ. ഇതിനു മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ലേനറ്റോ പങ്കെടുത്തില്ല. പകരം വിഴിഞ്ഞം ഇടവക വികാരി പങ്കെടുത്തു. മദർ കണ്ടെയ്നർ ഷിപ്പുകൾക്ക് എത്താൻ സാധിക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം. ഇതിന്റെ ട്രയൽ റണ്ണിനാണ് ഇന്നലെ സാൻ ഫെർണാണ്ടോ തീരത്തൊട്ടതോടെ തുടക്കമായത്. വർഷം 10 ലക്ഷം TEU കണ്ടെയ്നറുകൾ ഒന്നാം ഘട്ടത്തിൽ തുറമുഖത്തിന് കൈകാര്യം ചെയ്യാനാകും. 2ഉം 3ഉം 4ഉം ഘട്ടം. ഹലോ, നമ്മളിന്ന് ഉണ്ണിയേട്ടനും ചോറുന്ന്, അമ്മായിയും ചോറുന്ന്. ഞാൻ എൻ്റെ മോനെ കാപ്പിക്കാൻ കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് ഒരു പണ്ടത്തെ ഓർമ്മയിലേക്ക് പോവാണ്. നമ്മളെ കറിക്കൊക്കെ ഒരു എരിവില്ലെങ്കിൽ എരിവും പുളിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പനി പിടിച്ചാലൊക്കെ നമ്മൾ വായയ്ക്ക് രുചി ഉണ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ കണലിലൊക്കെ ഇട്ട് ചുട്ട് ഒരു മുളകും പുളിയൊക്കെ ചാടിച്ച് ചോറൊക്കെ വാരിത്തരും അമ്മ. കറിയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു ഓർമ്മയ്ക്ക് നമ്മൾ ഉള്ളി ചുട്ട്, അത് നമ്മൾ ഗ്യാസുമ്മേലാണ് ചുട്ടുന്നത്, മറ്റേ കണലിലാണ് ചുട്ടുക കേട്ടോ. അന്ന് നമുക്ക് ഗ്യാസൊന്നുമില്ല ഗ്യാസ്. അപ്പം നമ്മൾ മുളകൊക്കെ നല്ല അങ്ങോട്ട് കരിയട്ടെ, എന്നാലേ ആ അടുപ്പിലെ കരിഞ്ഞ ടേസ്റ്റ് കിട്ടുള്ളൂ. അയ്യോ, നമ്മൾ ഉള്ളി കരിഞ്ഞ് എന്താ മണൊക്കെ വരുന്നുണ്ട് കേട്ടോ. തോലോട് കൂടിയാണ് ചുട്ടങ്ങി നമുക്ക് കഴുകിയെടുക്കണം. ഉള്ളി വേവട്ടെ. അങ്ങനെ ഓഫാക്കി നല്ല കരിങ്കുട്ടിയായിണ്ട്. അപ്പം നമ്മളെ ഉള്ളി ഇതാ, ഇതിലിത്തിരി പുളിയും ഉപ്പും ഇച്ചിരി കഞ്ഞിവെള്ളമാണ് ഒഴിച്ചത്. അതങ്ങോട്ടിട്ട് നമ്മളെ മുളക് അങ്ങോട്ടിട്ട് അത് ഞാനിതൊന്ന് കാണിച്ചു തരാം. നമ്മൾ മുളകും പുളിയൊക്കെ ഇങ്ങനെ നല്ല അലിയിച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണം? നമുക്കിതാ നമ്മളെ വെളിച്ചെണ്ണ. ആഹാ, നമ്മൾ സുന്ദരനായിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖം നോക്കട്ടെ. ഒച്ചു 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 ഭൂമി ഒച്ചു 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 അച്ചു 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 സുന്ദരനോ സൂര്യനോ ചന്ദ്രനോ ഇൻഡക്സ എന്ന് വരും മന്ദിരത്തിൽ.
ഹലോ ഗൈസ്, നമ്മളെ ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞിമുന്തി ചന്തയിലെത്തി കിലോനം വാങ്ങി പൊന്നു വിലക്കി വസൂലാക്കി കൺമണിക്ക് ചേല വാങ്ങി കൺമഷി ചാന്തും വാങ്ങി. എൻ്റെ മോൻ കടലയും അതും ഇതൊക്കെ ആയിട്ട് വന്നപ്പോൾ ടൗണിൽ പോയി വന്നതാണ് അവൻ. അപ്പം പപ്പടം, ചുട്ടരച്ച ചമ്മന്തി, കറി നമുക്കുണ്ട്. ഇതാ ഇരുടാണ്, കറണ്ട് ഇല്ല. അപ്പൊ ചോറുന്നടാ. എന്നാ ശരി, ടാറ്റ. കറണ്ട് വന്നില്ല, കറണ്ട് ഇല്ല. ഹലോ ഗൈസ്, നമ്മൾ സ്റ്റാൻഡ് റെഡിയായി. ഗുഡ് നൈറ്റ് വീഡിയോയിൽ വരാം. പിന്നെ സോപ്പ് ഉണ്ടാക്കണം, അതിൻ്റെ വീഡിയോയിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നൊരു ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ കൊണ്ടുവച്ചതാണ് ക്യാരറ്റ്. ഇത്രയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. എന്നാലേ നമുക്ക് കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. എല്ലാവരും ഇച്ചിരിയൊക്കെ ചേർക്കുള്ളൂ. നമുക്ക് ഇത്തിരി നല്ലൊന്നും ചേർക്കാനേ, നമുക്ക് കൊടുക്കാനൊന്നുമല്ലല്ലോ, നമ്മളെ ബേബീസിന് തേക്കാനല്ലേ. അപ്പം നമുക്ക് നന്നാക്കിയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇച്ചിരി മഴയൊക്കെ, നല്ല മഴയിനി, നല്ല അടിപൊളി മഴ. ഞാൻ നന്നായി ഒന്ന് ഒരു 4 മണിക്ക് ശേഷമാണ് ഞാൻ ഫോൺ നോക്കി ഉറങ്ങിപ്പോയി. അപ്പോൾ വൈകുന്നേരമായി വിളക്കെത്തിച്ച സമയത്ത് അമ്മ ഇച്ചടപടെ പറഞ്ഞ് വന്ന് വിളിച്ച് മഴ ഉള്ളുണ്ട് പറഞ്ഞിട്ട് മഴയൊന്നും കൊള്ളില്ല, സിറ്റ് ഔട്ടിലാണ്. പക്ഷെ തണുപ്പാനാക്കിയാണ്. നമ്മൾ ഓടിപ്പോയി സിയുവിനെ അങ്ങോട്ടേക്ക് അകത്തേക്കാക്കി. എൻ്റെ ബേബി കിടക്കണമല്ലോ. അങ്ങനെ നമ്മൾ കൈകാലും മുഖമൊക്കെ കഴുകി അമ്പലത്തിൽ പോയി നാമനാമ ജപിച്ച് ഒക്കെ വന്നിട്ട് നമ്മളൊരു ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി കുറേ ക്യാരറ്റ് ഉണ്ട് കൊണ്ടുവന്നിരിക്കണം എൻ്റെ അപ്പട്ടെ. അപ്പം നമുക്ക് കുറച്ച് തോനെ ക്യാരറ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. നമ്മൾ ആരോഗ്യ ഹെൽത്തി, നമ്മളൊന്ന് വെളുത്ത് തുടുക്കട്ടേന്ന്. നമ്മളെ ബേബീസും വെളുക്കട്ടെ. നമ്മളെ ബേബീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ണീട്ടൻ, നമ്മളെ അപ്പൂട്ടൻ, നമ്മളെ അമ്മായി, ഞാൻ. അപ്പം നമ്മൾ ഇതൊന്ന് നന്നാക്കാം. ഇനിയോട് കുറേ ക്യാരറ്റുണ്ട്. ഇതിപ്പോൾ എന്തിനാ നാളെ നമുക്ക് ഉണ്ണേട്ടനെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി വരും. അങ്ങനെയൊന്നും പറയത്തില്ല, അങ്ങനത്തെ വാക്കുകളൊന്നും. അപ്പം നമ്മളിത് തോലൊക്കെ ഒന്ന് കുനിക്കുനാന്നരിയട്ടെ കേട്ടോ. നമ്മൾ ഇത്രയും ക്യാരറ്റ് വാലും തലയൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായി കഴുകട്ടെ, എന്നിട്ട് തുടയ്ക്കട്ടെ, എന്നിട്ട് കട്ട് ചെയ്യട്ടെ. നമ്മൾ നന്നായി കഴുകി ഇനി ഇതിലെ ഈർപ്പൊക്കെ കളയട്ടെ കേട്ടോ. നന്നായി തുടച്ച് എന്നിട്ട് നമുക്ക് കുനുകുനാന്നരിയണം. എന്നിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് എടുക്കാം. നല്ല ഇരുടായിപ്പോയി അല്ലേ. സന്ധ്യയായി, 7 മണി കഴിഞ്ഞു. ഹലോ ഗൈസ്, നമ്മുടെ ക്യാരറ്റ് മുറിച്ച് വെച്ച് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചാലോ. മിക്സിയിൽ അടിക്കുക, മിക്സി എടുത്തിട്ട് വരാം. ഇതെടുക്കാം, നമുക്ക് ജ്യൂസ് അടിക്കുന്നെടുക്കാം. ഇതെടുക്കാം. മറ്റേ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ അടിക്കണല്ലേ. ഇവിടെ മുളകൊക്കെ കണ്ണിലൊക്കെ എരിവായാൽ കഴിഞ്ഞ് കാണാം അല്ലേ. നമുക്കിത് അടിച്ചിട്ടാം. നമ്മൾ ആദ്യം ഒന്ന് ചതച്ചു, എന്നിട്ട് നമുക്ക് ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളേ. ഇനി ഒന്ന് മിക്സിയിൽ അടിക്കാം. നമുക്ക് ജ്യൂസ് എടുക്കാം. അരിപ്പ വെച്ച് ഇതിൽ കഷ്ണങ്ങളൊക്കെ കുറച്ച് അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ മിക്സൊക്കെ നിന്നാൽ അത്രയ്ക്ക് മറ്റേ മിക്സി നല്ലാന്ന് രീതിക്കാണ്. രീതിക്കാറ് കേട്ടണ്ട. സുന്ദരിയേവ ഒരു
ഇച്ചിരി വെള്ളം ഒഴിക്കാം. അങ്ങനെ നമ്മളിത് ഞെക്കി 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 കളയട്ടെ, സത്തൊക്കെ പോയില്ല. നമ്മളെ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഇത്. നല്ല നമ്മളെടുക്കും, ഫുള്ളെടുക്കും. എല്ലാവരും 3 സ്പൂണ് 4 സ്പൂൺ അതൊന്നല്ല. ഇത് നമ്മൾ നല്ല മഞ്ഞൾപ്പൊടിയും ചന്ദനവും കൂടി കൂട്ടി കലർത്തി വെച്ചതാണ്. അപ്പോൾ നമ്മൾ അത് ശരിക്കും നമ്മളൊരു സ്പൂൺ ഇട്ട് കൊടുക്കാൻ. നല്ല മഞ്ഞളും ചന്ദനം ഇട്ടുണ്ടോ, മഞ്ഞളും ചന്ദനം കൂടിയാണ്. ഇത് നമ്മളെ വീട്ടിലേക്ക് പഠിപ്പിച്ചല്ല, നമ്മളെ കോവിലേക്ക് പഠിപ്പിച്ചതാണ്. നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മൾ നെറ്റിയിലൊക്കെ തൊടാൻ ഉപയോഗിക്കല്ലോ. ഇത് നമ്മളിതിൽ കലക്കിയ മഞ്ഞളും ചന്ദനവും ഒത്തുചേരും സന്തോഷം, ജീവിതത്തിൽ നൽകിയും സന്തോഷം. അതാണ് ഇതിപ്പോൾ നമുക്ക് നല്ല കളറൊക്കെ ഉണ്ടാവും. നമ്മളെ സോപ്പിൽ നല്ല കാന്തി പരക്കും. നമുക്ക് തിരിച്ചിട്ടാലോ, എനിക്കൊക്കെ തോന്ന വേണം. നമ്മൾ ഇത്തിരി കൂടി ഇട്ട് നമ്മൾ 1-2 സോപ്പ് നല്ല ഉണ്ടാക്കുന്നത്. അതാണ് കുറച്ചൊക്കെ തോന്നിട്ടത് കേട്ടോ. അപ്പം ഇത് കണ്ടാലൊക്കെ അറിഞ്ഞൂടെ. ഇതിനി നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. ഒന്നും കൂടി അരിക്കണം. ഒന്നും കൂടി അല്ല, 2-3 പ്രാവശ്യം അരിക്കണം. തട്ടും തരിയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഇളക്കുന്നില്ല കേട്ടോ, ഇളക്കണ്ട. ഇളക്കണ്ട. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ ചോദിക്കില്ല. ഞങ്ങൾ ഈ ചന്ദനും ഇതൊക്കെ അങ്ങനെ തന്നെ ഇതാ. നമ്മൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമല്ലേ എടുക്കണമെന്ന് തോന്നും. നമ്മൾ കളി കണ്ടോ. കേട്ടോ, നമ്മൾ ഇട്ടത് മുട്ടതാ അതിൽ കിടക്കേണ്ടത്. അത് നമുക്ക് കളഞ്ഞാവട്ടോ. നമുക്ക് കളയാം. ഇനി നമുക്ക് ഒന്നുകൂടി അരിച്ചാലോ. അയ്യോ, ഇതിനുള്ളിൽ ഇതാ ഓടിക്കല്ലോ. നമുക്ക് ഇനിയും അരിക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ചണ്ടി നമുക്ക് വേണ്ട. നമ്മളിനി ഇത് 3-ാം പ്രാവശ്യം നമ്മൾ അരിക്കാൻ പോകാം. നമ്മൾ അരിപ്പോടെ അരിപ്പ്. ഇതില്ല ഊറിയാൽ അടിയിലിട്ടു. ഇന്ന് നമ്മൾ കേസ് സോപ്പ് എടുക്കുന്നത്. കാരണം അതിൻ്റെ സ്മെല്ലായിരിക്കും ഇഷ്ടം. പിന്നെ അക്കറക്കലിൻ്റെ എരിവ് ഓരോ സ്മെല്ലൊക്കെ ചേർത്തണ്ടേ, അതൊന്നും വേണ്ടല്ലോ. അപ്പം നമുക്ക് ഇതന്നെ ഇട്ടാം. മൂന്നെണ്ണം ഉണ്ട്. നമ്മൾ ഇനിയിപ്പോഴൊന്നും സോപ്പിൻ്റെ പണിയെടുക്കണ്ട. അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട് അരിക്കാൻ പറ്റും, മുറിക്കാണ്ട്. മടീനെ വലിയ വലിയ പീസാക്കിയിട്ട് ഇതിൽ എത്ര സോപ്പ് കിട്ടും നോക്കണം. ഞാൻ വലിയ പീസാക്കിയിട്ടല്ലോ കേട്ടോ. അടിക്കുട്ടിയായി നൈറ്റായി. അതാണ്
ഇനി ഉണ്ണിയേട്ട സോപ്പ് കണ്ടാലില്ലേ ഇതൊക്കെ കണ്ടാൽ പറയും ബേബി നീ സോപ്പ് കണ്ട അതിലും വലിയ സോപ്പ് വാങ്ങിയാൽ പറയും. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിതിൽ എന്തെല്ലാം നല്ല നല്ല സാധനങ്ങൾ ചേർക്കണ്ടോ, നമ്മൾ സൗന്ദര്യം വർദ്ധിക്കണം. നമുക്ക് എപ്പോഴും സൗന്ദര്യമാണ് മുഖ്യം. ഒരു കഷ്ണം എൻ്റെ മുഖം ഹലുവ തിളയ്ക്കാൻ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ആവട്ടെ. ഹലോ ഗൈസ്, അപ്പം നമ്മളിതൊക്കെ കുറുകി ഇങ്ങനെ മെൽറ്റായിട്ട് ഇനി നമുക്ക് ഇതാദ്യം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് എന്തിരോ എന്തോ നമ്മളൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. പിന്നെ എല്ലാം നല്ല ചൊകചൊകങ്ങാനുള്ളൊരു സോപ്പായി. അതിൽ കടന്നങ്ങ് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഇതിലേക്ക് ഇച്ചിരി ഗ്ലിസറിൻ അതൊഴിച്ചു കൊടുത്തു. നമ്മളൊരു മൂടി വെച്ചാൽ ഒഴിച്ചു കൊടുത്തേ. അത് ഒഴിച്ചു കൊടുത്തു. വിറ്റാമിൻ വിറ്റാമിൻ സി ആണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് വരട്ടെ. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടാവാൻ വെക്കുമ്പോൾ അത് നോക്കാം. നമ്മൾ സൗന്ദര്യം അങ്ങോട്ട് വർദ്ധിക്കട്ടെ. ഇനി നമ്മളിതാ ഒറ്റയ്ക്ക് ഇതൊക്കെ നമ്മൾ സൗന്ദര്യവർദ്ധനല്ല കേട്ടോ. സൗന്ദര്യം വെച്ച് നമ്മൾ നാലെണ്ണം എടുത്തിട്ടോ. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോയാലോ? ഭയങ്കര ഇരുട്ട് ഇവിടെ. ഹലോ, അപ്പോൾ നമ്മൾ ഫാൻ ഇട്ട് വെച്ചിട്ടാണ്. ഇതൊന്ന് തണുക്കട്ടെ. നമ്മൾ ഈ ട്രേയിൽ ഫുള്ള് കുപ്പിക്ലാസുകളാണ് നിർത്തി വെച്ചത്. ഒക്കെ വെളിച്ചെണ്ണ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇതൊന്ന് ഗ്യാസ് ഒന്ന് ആവട്ടെ. കസിറ്റില്ലാണ്ട് പറ്റുമ്പോൾ എൻ്റെ മോൻ ഇന്നിപ്പോൾ രാത്രി കുട്ടി ചൊറ്റു വന്നു. നമ്മൾ മണ്ണിൽ ചോറ് തിന്നു. അപ്പോൾ ഞാൻ മനസ്സോടെ ചോറ് തിന്ന് അവൻ പോയി. ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന തിരക്കാണെങ്കിൽ ഈ ജിമ്മിനെ കൊണ്ടാകുന്നല്ല പിരുത്ത മഴ, പേമാരി, ഭയങ്കര പേമാരി. അപ്പോൾ ഞാൻ ഈ ട്രേ തരുമ്പോൾ ഇന്നൊരു ബക്കറ്റ് കിട്ടി. അതൊക്കെ വായിട്ട് അത് ചമച്ചും കൊണ്ട് വെക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചാഞ്ചാടാൻ തുടങ്ങിയല്ലോ. നമുക്ക് ഇതൊന്ന് ഓഫാക്കി നോക്കണ്ടേ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞിട്ട് നമ്മളിത് സോപ്പ് വരാൻ പോകണം. എത്ര സോപ്പ് ഉണ്ടാവുന്നാവോ, എന്തിരോ എന്തോ.
നമ്മള് വെറുതെ ഇതൊക്കെ കുറെ നിരത്തി വെച്ചു ഗൈസ്. അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. മറക്കാൻ നിനക്ക് മടിയാണെന്റെ മാപ്പു തരൂ, മാപ്പു തരൂ. ഞമ്മളോ സോപ്പ് വടിച്ച് തുടച്ച് ഞമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കും. ഇത് നമ്മൾ കഴുകിയിട്ട് നമ്മൾ ഉണ്ടാക്കും. മുഖത്ത് തേക്കുന്ന പച്ചവെള്ളം പോലത്തെ സാധനത്തിന് എന്താ പറയാ, ഫേസ് വാഷ്. അതാ അപ്പം നമുക്ക് 3 സോപ്പില് 5 സോപ്പാക്കിയിട്ട് എന്താ നമുക്ക് ലാഭമുള്ളൂ? ഒന്നും ലാഭമില്ല. അതിൽ ഗുണനിലവാരങ്ങൾ ചേർക്കും. ഇത്ര തന്നെയുള്ളൂ. ഒന്ന്, 2, 3, 4, 5. 2 സോപ്പാണ് നമുക്ക് എക്സ്ട്രാ നമുക്ക് കിട്ടിയേക്കുന്നത്. അത് നമുക്ക് വൻ നഷ്ടമായിട്ടാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ സോപ്പ് പരിപാടി ഇവിടെ നിർത്തി. അപ്പൊ ടാറ്റ, ഗുഡ് നൈറ്റ്, ലവ് യു. നാളെ കാണാം കേട്ടോ സോപ്പൊക്കെ ആയിട്ട്. ഇതിന്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇന്ന് വീഡിയോയ്ക്ക് ഒരു ഗുമ്മില്ലാതെയായിപ്പോയി. അല്ലെങ്കിൽ വലിയ ഗുമ്മൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്കൊരു എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാനും മോനൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഓരോന്ന് സംസാരിച്ചാൽ അപ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് അതൊന്നും ഉണ്ടായില്ല. നമുക്ക് ഇരുട്ടായിരുന്നു. ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ബേബി കണ്ടോ, എന്നെ ശല്യപ്പെടുത്താൻ കണ്ടോ, നമ്മൾ കണ്ടോളി കാണണം. ഓന് ഞാൻ ആരോടെങ്കിലും വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറ്റവാർത്തലാണ്. അപ്പം നമുക്ക് മനസ്സിലായിപ്പോയി. വീഡിയോ ഒന്നും പിടിക്കുന്ന ഇഷ്ടമല്ല. നമുക്ക് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഡെക്സവിടെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. മനസ്സിലായിക്കണോ? കണ്ടോ ഇതൊക്കെ ഡെക്സവലിനെ കാണുന്നൊക്കെ. നമുക്ക് എന്താ ആവശ്യം? അമ്മൻ്റെ മോൻ എന്താ ആവശ്യം? സോപ്പ് വേണം. നല്ല സോപ്പ്. അപ്പൊ ഞങ്ങള് രണ്ടാളും ഒന്നാൻ്റെ ഉമ്മയോടി നാക്കൊന്ന് കളിച്ചിട്ടൊന്ന് പോയി കണ്ടോണ്ടിട്ടാ. ടാറ്റാ, ലവ് യു. എൻ്റെ കുട്ടികളെല്ലാം വർത്താനം പറയുന്നതാണ്. നിന്റെ എന്താ അതാണ് ഇപ്പോൾ ഓർഡർ. കണ്ടോ, നിന്റെ പറയണമുണ്ട്, മൂളുന്നുണ്ട്. അപ്പോൾ എന്താ ടെക്സിക്ക് വേണ്ടേ? അപ്പൊ എൻ്റെ കുട്ടികളെന്നൊക്കെ നിങ്ങളോട് പറയണമെന്ന് വലിയ താല്പര്യമില്ലായിരുന്നു. കുട്ടി ഓനാണ്. അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും വീട്ടിലെത്തി കുളിച്ച് നമ്മളെ സോപ്പ് മഞ്ഞളും ചന്ദനും അത് വലിച്ചൊക്കെ എൻ്റെ കൈമലായി. ഇതിപ്പോൾ തന്നെ സെറ്റാവുന്ന തോന്നണേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ച് നല്ല സുഖസുന്ദരമായി മഴയാണ് പെയ്യുന്നത്. നല്ല പൊരിഞ്ഞ മഴയത്ത് നല്ല പുതപ്പിട്ട് മൂടി പൊതച്ച് ഉറക്കം വരുന്ന വരെ ഫോണ് നോക്കി. ഈ സമയത്ത് എൻ്റെ വീഡിയോ ഒന്ന് നോക്കി ഒരു ലൈക്കൊക്കെ ഇട്ട് തന്നിട്ട് പവച്ചോള് വാവോ ഇറങ്ങിക്കൊള്ളിട്ട് ടാറ്റ ഉമ്മ ലവ് യു. അപ്പോൾ ശുഭരാത്രി. ശുഭരാത്രി പറയും ഡെക്സ. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഭയങ്കര കുഞ്ഞിപ്പത്തരാണ്.